അഭയമുദ്ര എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ശക്തിയോട് കൂടിയിട്ട് ശിവൻ, അതായത് മണ്ണിനോട് കൂടി സസ്യലോകം ഇരിക്കുമ്പോഴാണ് അഭയമേക്കുന്ന അവസ്ഥ. ശിവനും വിഷ്ണുവും ചേർന്നിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിലാണ് അഭയമുദ്ര. ശരണമേകുന്നത്, ആശ്രയമേകുന്നത്, ജ്ഞാനത്താൽ ശാസ്ത്രത്താൽ ഭയത്തെ അകറ്റുന്നത്, ആ മുദ്രയാണ് അഭയമുദ്ര. അതിൻ്റെ തലം, കൈത്തലം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്. ശാസ്ത്രബോധത്താൽ നമ്മളുടെ സർവഭയത്തെയും അകറ്റുന്ന മുദ്രയാണ് ഈ അഭയമുദ്ര. അത് വിഷ്ണുവും ശിവനും ചേർന്ന് ജീവനെ, ജലത്തെ, ശബരത്തിൻ്റെ പീഠത്തിൽ ശബരിയെ, പാർവതിയെ, ലോകമാതാവിനെ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്ന മുദ്രയാണ് അഭയമുദ്ര. ജീവൻ ജലമാകുന്നു, നമ്മൾ ജലത്തിൻ്റെ മായയാകുന്നു. ആ അഭയമുദ്ര മാറിയിരിക്കുന്നു. ശാസ്താവിൻ്റെ കണ്ണ് നിദ്രാഭാവത്തിലേക്ക് മറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതെന്താണ് അവിടെ സംഭവിക്കുന്ന മാറ്റം? നമുക്ക് നോക്കാം. യോഗനിദ്രയിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് യോഗനിദ്രാഭാവം? യഥാർത്ഥത്തിൽ യോഗനിദ്ര എന്ന് പറഞ്ഞാൽ പ്രളയാന്തത്തിൽ, കൽപ്പാന്തത്തിലെ, കലിയുഗത്തിനൊടുവിൽ, യുഗാവസാനത്തിലെ വിഷ്ണുവിൻ്റെ യോഗനിദ്രാഭാവമാണ്. അഭയമുദ്രയിൽ നിന്ന് യോഗനിദ്രയിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കൽപ്പാന്തത്തിലുള്ള വിഷ്ണുവിൻ്റെ ആ ഉറക്കത്തിലേക്കുള്ള ഭാവം, ആത്മധ്യാനത്തിൽ മുഴുകി നിസ്സഹായനായിട്ട് ചുറ്റും നടക്കുന്ന സംഗതികളൊന്നും തീരെ അറിയാതെ നിദ്രാഭാവത്തിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? ആ സ്ഥിതിയാണ്. ചുറ്റും നടക്കുന്ന സംഗതികളൊന്നും അറിയാതെ നിദ്രാഭാവത്തിലാണ് ശബരിമലയിലെ പ്രതിഷ്ഠയുടെ സ്വഭാവം.